ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് നാർസിസ്റ്റിക് വിക്ടിം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ മനസ്സ് ചില തന്ത്രങ്ങൾ മെനയും. ഇത്തരം തന്ത്രങ്ങളെ നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയാം. അതെന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതായത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളോ ഉണ്ടാവില്ല. ആ വഴികൾ ഇവർ സ്വയം തന്നെ മനസ്സ് ക്രിയേറ്റ് ചെയ്യും. അത് അറിയുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സപ്രഷനാണ്. നാർസിസ്റ്റിക് വിക്ടിം അവർക്ക് ഓർക്കാൻ താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത, പ്രയാസമുണ്ടാക്കുന്ന അബ്യൂസായ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് അമർത്തി വെക്കും. അതായത് മനസ്സിൻ്റെ അടിത്തട്ടിലോട്ട് താഴ്ത്തി വെക്കും. ഓർക്കാനേ ശ്രമിക്കില്ല. മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് എന്നാണ് പറയാം. അതുകൊണ്ടാണ് പലപ്പോഴും വിക്ടിമിനോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കാത്തത്. അവർക്ക് ഓർക്കാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവരതിനെ അടിച്ചമർത്തുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് അമർത്തി കഴിഞ്ഞാലും പിന്നീട് ഏറ്റവും മോശം അവസ്ഥയിൽ അത് പുറത്തു വരുമെന്നുള്ളതാണ്. അതായത് അവിടെ അങ്ങനെ തന്നെ നിൽക്കില്ല. അത് പിന്നീട് പൊട്ടിത്തെറിയിലോ മറ്റോ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഡിഫെൻസ് മെക്കാനിസം, തന്ത്രമല്ല എന്നർത്ഥം. മറ്റൊരു വഴി എന്ന് പറയുന്നത് ചില ആൾക്കാർ ഒറ്റയ്ക്ക് സംസാരിക്കും. അതായത് കേൾക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ആരുമില്ല എന്ന ഒരു ചിന്ത രൂഢമൂലമാവുമ്പോൾ ഇവർ തന്നെ ഇവരുടെ ഒരു പ്രതിബിംബം ഉണ്ടാക്കും. എന്നിട്ട് സംസാരിക്കും. അവരെന്നെ സംസാരിക്കും, അതിന് അവർ തന്നെ മറുപടി പറയും. അങ്ങനെ സമാധാനം കണ്ടെത്തുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലനേഷനാണ്. പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഇവർക്ക് സമാധാനം ഉണ്ടാവില്ല. ഇവർ ഒരാളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, മറ്റുള്ളവരത് ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നും കൂടി പറയാം, വീണ്ടും പറയും, വീണ്ടും പറയും. പറഞ്ഞാലും തീരില്ല. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഇവർക്കതൊരിക്കലും മനസ്സിന് തൃപ്തിയാവില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻകാലത്ത് നാർസിസ്റ്റോ അവരുടെ വേണ്ടപ്പെട്ടവരോ ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ടാവും, അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ പറഞ്ഞ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ശീലമായിട്ട് മാറും. നാർസിസ്റ്റിക് വിക്ടിമിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ചെയ്യുന്നതാണ്. ആരെ കണ്ടാലും അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നാലാമത്തെ ഒരു ഡിഫെൻസ് മെക്കാനിസം അതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് അറ്റൻഷൻ സീക്കിങ്, ശ്രദ്ധ ആകർഷിക്കാം. മറ്റുള്ളവരുടെ ശ്രദ്ധ, സിമ്പതിയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും, കുറച്ച് മനസ്സിനൊരു ആശ്വാസം കിട്ടും. അതുകൊണ്ട് തന്നെ പറഞ്ഞത് വീണ്ടും പറയുക എന്നുള്ളത് അവിടെയും അവർ ഉപയോഗിക്കും. ഇനി അഞ്ചാമത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത് എസ്കേപ്പിസമാണ്. അതായത് അബ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് മുങ്ങുക. ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പം മുങ്ങിക്കളയും. എന്തുകൊണ്ട്? അഭിപ്രായം പറഞ്ഞാൽ ആരും സ്വീകരിക്കില്ല. വെറുതെ എന്തിനാണ് കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരിക എന്ന ചിന്തയാൽ മുങ്ങുന്നൊരവസ്ഥയും കൂടിയുണ്ട്. ആറാമത്തത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ് ഓവർ റിയാക്ഷൻ. അതായത് അഗ്രഷനൊക്കെ കാണിക്കും. എടുത്തിട്ട പോലെ ഒച്ചപ്പാടുണ്ടാക്കുക, ദേഷ്യം ഉണ്ടാക്കാം. ഇപ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? തൽക്കാലം മനസ്സിനൊരു സമാധാനം, ഒരു ആശ്വാസം കിട്ടും. ആ ആസ്വാദനത്തിന് വേണ്ടി, ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്തരം പ്രവൃത്തികൾ കാണിക്കും. യഥാർത്ഥത്തിലും ഇതൊക്കെ മാൽ അഡാപ്റ്റീവാണ്, ഉപദ്രവമുള്ള ഡിഫെൻസ് മെക്കാനിസമാണ്. പിന്നീട് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഒട്ടും ഉപകാരമില്ല എന്നർത്ഥം. അടുത്തൊരു തന്ത്രം എന്ന് പറയുന്നത് മിനിമൈസേഷനാണ്. ഇവർ സ്വയം തന്നെ നാർസിസ്റ്റ് ചെയ്യുന്ന അബ്യൂസിനെ മിനിമൈസ് ചെയ്ത് ചെറുതാക്കി കളയും. അപ്പോൾ നാർസിസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ദേഷ്യം കൊണ്ട് അടിച്ചതാണ്, അല്ലെങ്കിൽ വിഷമം കൊണ്ട് അടിച്ചതാണ്, അല്ലാതെ എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന രീതിയിൽ അതിനെ ചെറുതാക്കും. അതും മനസ്സിനൊരു സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കാര്യമായിട്ടാണ് അടിച്ചത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ. അറിയാണ്ട് സംഭവിച്ചുകൊണ്ടാണ്, എന്നോട് ഇഷ്ടം ഇപ്പോഴും ഉണ്ട്, എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്. അടുത്തൊരു തന്ത്രമാണ് പ്രൊജക്ഷൻ. അതായത് നാർസിസ്റ്റായ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്ന ആക്രമണങ്ങളൊക്കെ സഹിക്കും, എന്നിട്ട് അത് ആരിൽ കാണിക്കും? ഏറ്റവും നിസാരമായ പാവപ്പെട്ടവരിൽ കാണിക്കും. അത് ചിലപ്പോൾ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ പട്ടിയായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, ആരോടായിരിക്കാം. ഇവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന, ഇവരോട് തിരിച്ചടിക്കാത്ത ആൾക്കാരിൽ അത് കാണിക്കും, പ്രൊജക്ഷൻ ചെയ്യും. തിരിച്ച് നാർസിസ്റ്റിനോട് തന്നെ യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. അതുകൊണ്ട് തന്നെ കുട്ടികളോടടുത്തൊക്കെ കാണിക്കും. പൊതുവെ സ്ത്രീകളാണെങ്കിൽ കുട്ടികളോടാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കാറ്. അതുകൊണ്ടാണ് കുട്ടികൾ പിന്നീട് ഇവർക്കെതിരെ തിരിയുന്നൊരവസ്ഥ ഉണ്ടാവാറ്. അടുത്തൊരു ഡിഫെൻസ് മെക്കാനിസമാണ്, തന്ത്രമാണ് റാഷണലൈസേഷൻ.
നാസിസ്റ്റ് ചെയ്ത ഉപദ്രവത്തെ അവർ ന്യായീകരിക്കും. ചെറുപ്പത്തിൽ ട്രോമ അനുഭവിച്ചുകൊണ്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്ന ആളാണ് ഈ നാസിസ്റ്റ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ ആൾക്ക് സ്നേഹമില്ലാത്ത ആളൊന്നുമല്ല, നല്ല സ്നേഹമൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കും. ഇതോടെ ഇവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടും. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അടുത്ത മനസ്സ് ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഹോപ്പ്. പ്രതീക്ഷകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. മാറുമായിരിക്കും, മുമ്പ് എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ട് നന്നാവും എന്ന പ്രതീക്ഷ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു സമാധാനം കിട്ടും. ആ ബന്ധത്തിൽ നിൽക്കാനൊരു ആഗ്രഹം മനസ്സ് തോന്നിപ്പിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോപ്പ് ഇടുന്നതും ഒരു മനസ്സ് ഉപയോഗിക്കുന്ന ഉഡായിപ്പ് തന്ത്രമാണ്. അടുത്തൊരു തന്ത്രമാണ് സൂയിസൈഡൽ ഐഡിയേഷൻ. ആത്മഹത്യാ ചിന്ത മനസ്സ് കൊണ്ടുവരും. നീ രക്ഷപ്പെട്ടോ, ഇനി നിൻ്റെ മുമ്പിൽ ഒരു രക്ഷയുമില്ല, നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് മനസ്സ് പ്രേരിപ്പിക്കും. അപൂർവം ചില ആൾക്കാരെങ്കിലും ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. ഇതും മനസ്സ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. മറ്റൊരു തന്ത്രമാണ് ഡിസോസിയേഷൻ. മനസ്സ് പരസ്പര ബന്ധം വേർപ്പെടുത്തും. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നല്ലൊരു അടി ഉണ്ടാകുന്ന സമയത്ത്, ഭയങ്കരമായ അഗ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് ചില ആൾക്കാർ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ പരിസര ബോധം മറക്കും. ഞാൻ ആരാണ്, എൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്നും ഓർമ്മയില്ലാത്ത മനസ്സ് ശരീരവുമായി വേർപെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയും ഉണ്ടാവാം. മറ്റൊരു തന്ത്രമാണ് ഐസൊലേഷൻ. അതായത് എല്ലാവരിൽ നിന്നും മാറി നിൽക്കുക. പ്രത്യേകിച്ച് നാസിസ്റ്റ് വിക്ടിമിന് കൂടുതൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നതോ സംസാരിക്കുന്നതൊക്കെ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുകയോ അബ്യൂസ് വീണ്ടും പറയേണ്ടി വരുമോ, അവരെ കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ എന്ന ചിന്ത കാരണം മാക്സിമം എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാനുള്ള പ്രേരണയും ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇനി അവർ ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ഫാൻറ്റസി. മനസ്സിലിങ്ങനെ കാണും, നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയെ പറ്റി അവർ സ്വപ്നം കാണും. സ്വപ്നത്തിലെങ്കിലും അവർ അവരുടെ മനസ്സിനെ സമാധാനപ്പെടുത്തും. എന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ നടക്കുമായിരിക്കും, നടക്കണമല്ലോ എന്ന് ചിന്തിച്ച് സമാധാനം കൊള്ളും. ഇതൊരു തന്ത്രം കൂടിയാണ്. നെക്സ്റ്റ് ഒരു തന്ത്രം പറയുകയാണെങ്കിൽ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയാം. അതായത് എല്ലാവരും തൃപ്തിപ്പെടുത്തും. ആരെന്ത് പറഞ്ഞാലും വഴങ്ങി കൊടുക്കും, അത് സമ്മതിച്ചു കൊടുക്കും. വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, മനസ്സിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് വഴക്കിന് പോകുന്നത്? വഴക്കിന് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പെരുമാറാം എന്ന് വിചാരിച്ച് മനസ്സിനെ തൃപ്തിപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകും. ഇനിയും ഒരുപാട് തന്ത്രങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി ചിലത് പറഞ്ഞതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ പറയാം. വീണ്ടും കാണാം. നന്ദി.